വയസ്സ് എത്ര ചോദിക്കുമ്പോ നമ്മൾ എങ്ങനെ പറയും? 1 year. മാസങ്ങളൊക്കെ കഴിഞ്ഞ് മൊത്തം. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് എബ്രുവിന്റെ ബർത്ത്ഡേക്ക് നമ്മൾ ക്ലോസസ്റ്റ് റിലേറ്റീവ്സിനെ മാത്രം ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് വെരി മച്ച് ക്ലോസ് ആയ ആൾക്കാർ എല്ലാവരും വന്ന് നമ്മൾ ഇൻവൈറ്റ് ചെയ്ത ബർത്ത്ഡേ വാസ് വെരി ഗുഡ്. നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും എബ്രുവിന്റെ ചാനലില്. ഇത് എബ്രുവിന്റെ ചാനലാണല്ലോ. അപ്പൊ കുറച്ച് ഗിഫ്റ്റ്സ് ഡാഡ ഞാനല്ലല്ലോ, അതല്ലോ എല്ലാരും അപ്പൊ എബ്രുവിന് കിട്ടിയ ഗിഫ്റ്റ്സ് എന്തായാലും നമ്മൾ കാണുമല്ലോ. അപ്പൊ നിങ്ങളും നമുക്ക് കാണിക്കണമെന്നുണ്ട്. സോ അൺബോക്സിംഗ് ഗിഫ്റ്റ്സ് അൺബോക്സ് ചെയ്യാനായിട്ട് ഇവിടെ എല്ലാവരും ഉണ്ട്. എന്താണിത്? ഒരു ഉഷാറായിട്ട് എല്ലാരും ഉണ്ട്. എവിടെ ഞാൻ എക്സ്പെക്ട് ചെയ്ത സാധനം വേറെ. എല്ലാരും ഉണ്ടെന്ന് പറയുമ്പോ എല്ലാരും ഒച്ചെടുക്കുന്നത് ഞാൻ നോക്കുമ്പോ അവിടെ ഇവിടെ പെഞ്ഞാനായിട്ട് കിടക്കണമല്ലോ. ജീജു വീഡിയോ എടുക്കുമ്പോ അങ്ങനെയാണ് പെർഫെക്ഷൻ. ഞാനാണെങ്കിൽ എല്ലാം ഇപ്പൊ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് സറൗണ്ടിങ്സ് ഒക്കെ എന്തുണ്ടെന്ന് നോക്കൂല. ബേബി ഫീൽഡ് ഒക്കെ. ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഒരാള് നോക്കിക്കൊണ്ടിരിക്കണം കുറെ നേരമായി. ഐശ്വര്യ തന്നെ ഒരു ക്യൂട്ട് പപ്പിയാണ്. സോനു അൺബോക്സ് ചെയ്തു. യെസ് ഐശ്വര്യ ദീദി. Oh, it's so cute. അടിപൊളിയായിരുന്നല്ലേ? എബ്രുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. Hug puppy. Hug puppy. അടിപൊളി. താങ്ക് യു ഐഷു. അപ്പൊ അടുത്ത ഗിഫ്റ്റ് ഓപ്പൺ ആക്കിക്കോ സോനു. ഇതെന്താണ്? ആനിമൽ can sing and dance. അപ്പൊ ടോക്കിംഗ് ജിറാഫ് ആണ്. They can talk, പറയൂ. they can sing എല്ലാം ചെയ്യാം. ചാർജുള്ള നമുക്ക് ചാർജ് ചെയ്തിട്ട് ടോക്കിംഗ് ടോം പോലെ തന്നെ ടോക്കിംഗ് ജിറാഫ് പാട്ട് പാടും, പറയുന്നത് റിപ്പീറ്റ് അടിക്കും. താങ്ക് യു. നല്ല അടിപൊളി. ഓക്കെ നെക്സ്റ്റ്. പെട്ടെന്ന് ഒരു ഉഷാറായിട്ട് നിങ്ങളൊരു ഒരു പഴങ്കഞ്ഞു പോലെ. നിങ്ങളെ കാട്ടി നല്ല ഞാൻ ഫ്രെയിമിൽ നിന്നേനെ. ഇതൊരു പഴങ്കഞ്ഞു. ഞാൻ ആദ്യമേ പറഞ്ഞത് ഇത് നമ്മൾ മേടിച്ചാണ്. നോർമലി ഒരു നമ്മൾ അന്ന് ഷോപ്പിംഗ് പോയപ്പോ നമ്മുടെ വകയുള്ള ഗിഫ്റ്റുകളാണ്. ഞങ്ങൾ കൊച്ചു ഗിഫ്റ്റുകൾ. ഒരു ഗിഫ്റ്റ് ഇത് ഞങ്ങൾക്ക് സെറ്റ് ആക്കിയിട്ടൊക്കെ പഠിക്കാം. കളേഴ്സ് പഠിക്കാം, അതൊക്കെ ചെയ്യാം. അടുത്ത ഗിഫ്റ്റ് പൊറോട്ട. അടുത്ത ഗിഫ്റ്റ് പൊറോട്ട. ബ്രെയിൻ ഗെയിം എന്ന് പറഞ്ഞേ ഉള്ളൂ. ഇതിൽ ഒട്ടും ബ്രെയിൻ ഇല്ലാതാണ് ഇവരൊക്കെ കളിച്ചിട്ടുള്ളത്. ഇത് നേരത്തെ തന്നെ അവര് കളിച്ചതില് നേരത്തെ തന്നെ അൺബോക്സ് ചെയ്ത് കളിച്ചു. അത്ര ആക്രാന്തായിരുന്നു ഗൈസ്. എന്നിട്ട് അതിന്റെ ഗെയിം കാണണമെന്നുണ്ടെങ്കിൽ ഒടുക്കത്ത് ഒരു ചളി ഗെയിമായി പോയി. അത് നിങ്ങൾ എന്റെ എന്നിട്ട് അവരങ്ങനെയല്ല ഇടുന്നേ. വല്ലാത്ത ഷേപ്പിലാണ് ഇട്ടിട്ട് അടിപൊളിയായിട്ട് ഗെയിം കളിച്ചിട്ടുണ്ട്. എന്റെ ബ്ലോക്ക് കണ്ടിട്ട് ഡ്രസ് ഒതുക്കിട്ടുണ്ട്. എനിക്ക് കൊള്ളരുത് കേട്ടാ, പാവാണ്. നമുക്കത് ഓക്കെ നെക്സ്റ്റ്. ഒരു ഫ്രെയിം ഉണ്ട്. റംസി അജുബാന്റെ വക. റംസി അറിയാലോ ബേബിയുടെ സിസ്റ്ററിന്റെ മോള്. അതൊക്കെ നോക്കി വലിക്കണേ. അത് പീസായിട്ട് കയ്യിലേക്ക് വരുന്നത്. യെസ് അടിപൊളി. എല്ലാ പിക്ചറും എന്നെ പോലെ തന്നെ സ്വന്തം ഫോട്ടോ നോക്കിട്ട് ഭയങ്കര ഈ ഡ്രസ് കാണിച്ചോളൂ. ഇനി അത് വീഡിയോ എടുത്ത് ഞാൻ വരാം. ഇന്നലെ ഇതൊരു കാര്യം എല്ലാം കൂടെ പഴകഞ്ഞു. ഇതാണ് നമ്മുടെ റംസി ആൻഡ് അജുബാൻ കൊടുത്ത ഗിഫ്റ്റ്. അടിപൊളി ഫോട്ടോ ഫ്രെയിം ആണ്. എബ്രുവിന്റെ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഫോട്ടോസ് ഉണ്ട്. എല്ലാം കൂടെ
കൊളാജ് ചെയ്ത് അല്ലേ Yeah. നൈസ് പിക്ക് ആണ് ഓക്കെ അത് അടിപൊളി അപ്പൊ റംസി ആൻഡ് അജ്മാൻ താങ്ക് യു സോ മച്ച് സൂപ്പർ ആയിട്ടുണ്ട് നല്ല ഇഷ്ടമായിട്ടുണ്ട് എന്താണ് അവിടെ പോകുന്നത് അല്ല ഇവിടെ ഭയങ്കര ഇഷ്ടമായി ഫോട്ടോ ഓക്കെ അപ്പൊ ഇതൊരു അടിപൊളി ക്യൂട്ട് ആയിട്ടുള്ള ഡ്രസ്സാണ് കൊള്ളാം നൈസ് ആണത് ഓക്കെ അപ്പൊ അത് പിടിച്ചോ ഇതാരും കൊടുത്താണ് ആ സുനുവിന്റെ ഫ്രണ്ട് ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു അത് കൊടുത്തിട്ടുള്ള ഗിഫ്റ്റാണ് ഇത് ഇതേപോലെ ഇങ്ങനെ ജോയിൻ ചെയ്യണ സംഭവം ഇതേപോലെ പല പല ഷേപ്പുകൾ ഇങ്ങനെ ഒരു ഷേപ്പ് അതെ അതെ ഇത് ഇങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്യാം ഷേപ്സ് ഉണ്ടാക്കാം യെസ് ഇതേപോലെ ഒരുപാട് സംഭവമുണ്ട് പല പല കളേഴ്സിൽ ഫിഷ് ഉണ്ടാക്കാം സ്റ്റാർ ഉണ്ടാക്കാം ഇപ്പൊ ഞാൻ എന്തോ ഉണ്ടാക്കി അത് ഷേപ്പാണ് ഇത് കർണാടക ന്യൂസിൽ കാണിക്കുന്ന ചില പ്രത്യേക കൊറോണ വൈറസ് ആണിത് ഓക്കെ അപ്പൊ ഇത് വെച്ച് ഒരുപാട് സംഭവം ഉണ്ടാക്കട്ടെ ഫിഷ് പ്ലെയിൻ സ്റ്റാർ ഇങ്ങനെയുള്ള കുറെ സംഭവം ഉണ്ടാക്കാം പിന്നെ ഒരു ടീഷർട്ടും അതിന്റെ കൂടെ അവര് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അടിപൊളി നൈസ് ആയിട്ടുണ്ട് കൊള്ളാം അടിപൊളി അപ്പൊ സുനുവിന്റെ ഫ്രണ്ടിന്റെ ഫാമിലിക്കും താങ്ക് യു നൈസ് ആയിട്ടുണ്ട് അതെ ഇത് നമ്മുടെ ഷംഷാദ വന്നപ്പോഴത്തേക്കും കൊണ്ടുവന്നതാണ് നല്ല അടിപൊളി ടീഷർട്ടും അതിന്റെ കൂടെ ഒരു കോർഡറി പാന്റും ആയിട്ടുള്ളത് അപ്പൊ ഷംഷാദ താങ്ക് യു നൈസ് ആയിട്ടുണ്ടത് ഓക്കെ അപ്പൊ ബാബിയും പാത്തിയും രണ്ട് കളർ ഒന്ന് ബ്ലാക്ക് ഒന്ന് നേവി രണ്ടും ഒരേ ടൈപ്പ് ഡ്രസ് ആണ് പാറ്റേൺ സെയിം ആണ് സെയിം ഡ്രസ് കളർ ചേഞ്ച് ക്യാപ്പൊക്കെ കിട്ടും അതിന്റെ അകത്ത് ഗോൾഫ് കളിക്കാൻ പോണ പോലത്തേക്ക് മോഡലിന്റെ പിക്ക് ഉണ്ടായില്ലേ ആ മറ്റേലുള്ളത് അതിന്റെ അടിയിലുണ്ടല്ലേ ഓക്കെ അപ്പൊ രണ്ട് സെയിം ഒരേ മോഡലാണ് ഒന്ന് ബാബിയും ഒന്ന് ഫാത്തിമ എന്നാണ് ഇപ്പൊ രണ്ടുപേർക്കും താങ്ക് യു ഇതാണ് മോഡല് ഒന്ന് നേവി ബ്ലൂ ഒന്ന് ബ്ലാക്ക് അതെ അതെ ഓക്കെ അപ്പൊ അതും മാറ്റിക്കോ അതും കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ നെക്സ്റ്റ് നമ്മുടെ ബീവിത്ത എന്റെ മൂത്ത പെങ്ങളും രണ്ട് മക്കളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു മീൻസ് അവരെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ മൂത്ത പെങ്ങളും രണ്ട് മക്കളും കൂടെ വന്നിട്ട് തന്ന ഗിഫ്റ്റ് ആണത് പിള്ളേർക്ക് അതായത് സൈഗുനും എബ്രുവിനും കൂടെ ഇരുന്നിട്ട് ആടാൻ പറ്റിയ ചെറിയൊരു ഊഞ്ഞാല സെറ്റപ്പാണ് ഇനി ഇത് സെറ്റ് ചെയ്തെടുക്കണം നൈസ് ആയിട്ടുണ്ട് ഇതെന്തായാലും സെറ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും അപ്പൊ ഇതാണ് അതിന്റെ ഒരു ഔട്ടർ സംഭവം ഇങ്ങനെ ഇരിക്കും സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും യെസ് ഇതുകൂടെ സെയിം രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു ഒന്ന് ജാസ്മിൻ എന്ന് പറഞ്ഞ പെങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു നോക്കുമ്പോൾ രണ്ടുപേരും കൊണ്ടുവന്ന ഒരേ മോഡലാണ് അപ്പൊ ജാസ്മിൻ അത് മാറി വേറെ കൊണ്ടുവരാന്ന് പറയാനുണ്ട് അപ്പോൾ രണ്ടും ഒരേപോലെ വേണ്ടല്ലോ അപ്പൊ ഒന്ന് അപ്പൊ നമ്മളിവിടെ കീപ്പ് ചെയ്തു അല്ലെ അപ്പൊ നമുക്ക് അത് അടുക്കി ഞാൻ താഴത്തേക്ക് വെക്കാം ഓക്കെ അപ്പൊ നമ്മൾ അടുത്തത് ഏറ്റവും ഇവിടെ നമുക്ക് ഒരു ഹെവി ഗിഫ്റ്റ് നമുക്ക് ഇവിടെ സമ്മാനമായി തന്നത് നമ്മുടെ ഷിനാജ് ആൻഡ് ഫാമിലിയാണ് ഷിനാജ് സുബി ഇവിടെ ഉണ്ട് ഷിനാജിന് വലിയൊരു താങ്ക്സ് ഉണ്ട് അതേപോലെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഐറ്റം അന്വേഷിച്ച് നടന്നിട്ട് ഞങ്ങൾക്ക് കിട്ടില്ല ഞങ്ങൾ ലുലുവിൽ അവിടെ ഇവിടെ ഒക്കെ തിരക്കിട്ട് കിട്ടില്ല പക്ഷെ അവര് വേറെ ഏതോ ഷോപ്പിൽ നിന്ന് അവർ ഒപ്പിച്ച് കറക്റ്റ് ആയിട്ട് കൊണ്ടുവന്ന് തന്നു അത് കണ്ടപ്പോ തന്നെ എല്ലാവരും നമ്മൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും സോനൊക്കെ ഭയങ്കര ഹാപ്പി സോന അപ്പൊ തന്നെ അതെ പിന്നെ ഇപ്പൊ ഫെബ്രുവരി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സൈക്കിളാണ് ഇതിനകത്ത് ഇരുന്നിട്ട് അവൻ ഫുള്ള് ഇതൊക്കെ നെക്കി എവിടെയാ സംഭവം അല്ല ബെല്ല് മാത്രമല്ല വേറെ ഓക്കെ അപ്പൊ അതാണ് അപ്പൊ ഷിനാജ് സുമിക്കും താങ്ക് യു കാരണം നമ്മള് വിചാരിച്ച സാധനം തന്നെ അവര് കൊണ്ടുവന്നു ആക്ച്വലി ഞങ്ങള് കുറെ നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടാവും 2-3 ടൈപ്പ് സൈക്കിൾ നോക്കിയിട്ടും അവന്റെ പ്രായത്തിൽ വയ്ക്കുന്ന സൈസിന് എല്ലാവർക്കും കൊണ്ടിട്ട് ഞങ്ങളത് എടുത്തില്ല കൺഫ്യൂഷൻ ആയതുകൊണ്ടിട്ട് അതിന് പകരം ഞങ്ങൾ വേറെ സാധനം എടുത്തിട്ടുണ്ട് അത് ശാലും പശുക്കൂടെ എടുത്തിട്ടുണ്ട് നമുക്ക് അൺബോക്സ് ചെയ്യാനുണ്ട് അത് കാണിച്ചത് മഷൂക്കെടുത്ത കോസ്റ്റ്യൂംസ് ഉണ്ട് നല്ല അടിപൊളി ട്രാക്കുകള് വെറൈറ്റി ട്രാക്കുകളൊക്കെ എടുത്തിട്ടുണ്ട് കാലുണ്ട് നോക്കേ അവന് ഇടയ്ക്കിടയ്ക്ക് കൂട്ടത്തൊക്കെ ഓരോ ബഹളമൊക്കെ ഉണ്ടാകും എന്തെങ്കിലും ഏടാകൂടെ അതിലൊക്കെ ചെന്നപ്പെട്ടിട്ട് ഇതല്ലേ അടിപൊളി ടീഷർട്സ് ട്രാക്കുകള് കിട്ടില്ല കേട്ടോ രക്ഷയില്ല എല്ലാം അടിപൊളിയാണ് നല്ല കളർഫുൾ ആയിട്ട് സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ എന്തൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ച് എന്റെ മുഖത്തേക്ക് കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ എത്രത്തോളം പൊക്കി പറയേണ്ടത് എന്റെ സത്യം പറയാൻ എന്റെ സൗണ്ട് പോയി ഞാൻ കുറച്ചൊക്കെ മുമ്പിലായിട്ടൊരു ഗെയിം കളിച്ച് അത് പറഞ്ഞിട്ടോ
അപ്പൊ അതിലിങ്ങനെ ഒച്ചെടുത്ത് സൗണ്ട് കുറഞ്ഞു കിടക്കുകയാണ്. ഇത് മമ്മാടെ സിസ്റ്റേഴ്സ് എടുത്താണ്. മഷു കണ്ടില്ല, അത് പ്രത്യേകം പറയാൻ വേണ്ടി വീണ്ടും എടുത്ത് പറഞ്ഞിട്ട് മമ്മാടെ സിസ്റ്റേഴ്സ് കൊണ്ടുവന്നല്ല കൊടുത്തുവിട്ട ഷർട്ടും ജീൻസുകളാണ്. താങ്ക് യു, അടിപൊളിയായിട്ടുണ്ട്. അത് അലക്കിയിട്ടൊക്കെ കാണിച്ചത്. ഓക്കെ, അത് നൈസ് ആയിട്ടുണ്ട്. കാണിച്ച കൊള്ളൂലേ? കാണിച്ചിട്ടുണ്ട്. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഇത് ഡാഡ വാങ്ങിച്ചതാണ് കൊച്ചിന്റെ. ഓക്കെ, മമ്മാടെ മകനെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു ചെയർ വാങ്ങിച്ചിട്ടുണ്ട്, ബേബി ചെയർ. ഇതും കൊള്ളാം, നൈസാണ്. കൊച്ചിനെ ഇരുത്തിക്കുന്നുണ്ടെങ്കിൽ സൗകര്യമായിട്ട് മനുഷ്യന് ഫുഡ് കൊടുക്കാൻ പറ്റിയ ഒരു ചെയറാണ് ഇത്. ചിലപ്പോൾ റമദാൻ വ്ലോഗിലൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്നതാണ്. കാരണം ഫുൾ ടൈം ഇവര് കിച്ചണിൽ ബിസി ആവുകൊണ്ട് കൊച്ചിന് ഇതിനകത്തിട്ട് ബെൽറ്റിട്ട് ലോക്ക് ചെയ്ത് ഇങ്ങനെ മിണ്ടാണ്ട് ഇരുത്തിട്ടുണ്ട്. അതുകൊണ്ട് റമദാനിൽ ഇത് കൂടുതൽ കാണാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് നമുക്ക് കാണിക്കാനുള്ളത് എന്താണ്? അത് ഇത് ഞാൻ വാങ്ങിച്ചതാണ്. ഇത് വേറൊന്നും വേണ്ടിയല്ല. ഞാൻ പറഞ്ഞു, ഞങ്ങളിപ്പോ ഇതിനു മുമ്പ് ഒരു വ്ലോഗ് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ തൊട്ടപ്പുറത്ത് തന്നെ പുതിയൊരു വില്ല പണിതയിൽ ഫസ്റ്റ് വീട് തന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇൻഷാല്ല അതിന്റെ ഒരു ടൂർ നമ്മൾ അടുത്ത് തന്നെ ചെയ്തിന്റെ തന്നെ ടൂർ ചെയ്തിട്ടില്ല. അപ്പൊ അവിടെ ആയിട്ട് മേളിലത്തെ ഫ്ലോറിൽ ഈ സൈഗുനും എബ്രുവിനും വേണ്ടി കളിക്കാൻ വേണ്ടിയുള്ള ഒരു ഹാളിൽ തന്നെ ഫുൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു റൂം നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പൊ അതിന് മാറ്റാണ്, ഈ പല പല കളേഴ്സ് ആയിട്ട് മാറ്റ് ഇങ്ങനെ ലോക്ക് ചെയ്ത് എന്താ വെച്ചാൽ എബ്രുവൊക്കെ വീഴുമ്പോഴും ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടി തലയിടിച്ചാലും കൈയിടിച്ചാലും കാലിടിച്ചാലും ഒക്കെ ഒന്നും പറ്റാണ്ടിരിക്കാൻ വേണ്ടിയുള്ള മാറ്റ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അതിപ്പോ ഞാൻ ഒരു ബോക്സ് ആണ് കൊണ്ടുവന്നേക്കുന്നത്. ഇത് ആദ്യം വിരിച്ചു നോക്കണം എത്രത്തോളം ലെങ്ത് ഉണ്ടെന്ന്, എന്നിട്ട് വേണം ആ റൂമിന് പറ്റിയ രീതിയിൽ കുറച്ചും കൂടെ അധികം ഓർഡർ ചെയ്ത് ഫുള്ള് ലോക്ക് ചെയ്ത് വെക്കാൻ. എന്നിട്ട് ഈ ടോയ്സ് എല്ലാം അവിടെ കൊണ്ട് ഇറക്കും, അവിടെ എല്ലാം സെറ്റ് ചെയ്യും. പിന്നെ പിള്ളേർക്ക് സൗകര്യം എല്ലാം വാങ്ങിക്കാൻ ഗിഫ്റ്റ് എല്ലാം കിട്ടുന്നുണ്ട്. ഞാൻ അതൊക്കെ കളിച്ചിട്ട് ഇതിന്റെ പഠിക്കേണ്ടി വീഴുന്നത് പഠിക്കണം. അപ്പൊ ഇനി എന്താണ് അതെന്താ? അപ്പൊ ഇവിടെ ആയിട്ട് നമ്മളെ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോട് നോക്കിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. അതിനു മുമ്പ് നമ്മുടെ അജിത്ത് ആൻഡ് ഫാമിലി വന്നിട്ട് ഗോൾഡിന്റെ ഒരു ബാങ്കിൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെവിടെ? അത് എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എന്തായാലും അത് വ്ലോഗിൽ എന്തായാലും നമ്മൾ കാണിച്ചിട്ടുണ്ട്, മറ്റു വ്ലോഗിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അജിത്താക്കും താങ്ക് യു, താങ്ക്സ് സോ മച്ച്. പിന്നെ അതേപോലെ തന്നെ പരിപാടിയിൽ എല്ലാവരും വന്ന് സഹകരിച്ചിരിക്കും. ഞങ്ങളുടെ കൂടെ കോർപ്പറേറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഫസ്റ്റ് ബർത്ത്ഡേനെ ഇത്ര ആഘോഷമാക്കി തീർത്തതിനും എല്ലാവർക്കും പ്രത്യേകം താങ്ക് യു പറയാനുണ്ട്. വിശ്വസിനും എല്ലാത്തിനും ഒരുപാട് നന്ദിയും പറയാനുണ്ട്. പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഞങ്ങളുടെ ഫാമിലിക്കും പ്രത്യേകം നന്ദി പറയാനുണ്ട്. അപ്പൊ വളരെ ആകാംക്ഷയോടുകൂടി കാത്ത് നിൽക്കുന്ന ഒരു സംഭവമാണ് ഇത്. അൺബോക്സ് ചെയ്തിട്ട് ഇതൊന്ന് കണക്ട് ചെയ്യാന്നുള്ളത്. നമുക്കപ്പോ ഇത് അൺബോക്സ് ചെയ്യാനേ. ഇത് അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ആ മാറ്റ് ഒന്ന് 2-3 ജോയിന്റ് ചെയ്ത് ഇവിടെ അടിയിൽ ഇട്ടിട്ട് നമുക്ക് അൺബോക്സ് ചെയ്യാം. അതായിരിക്കും നല്ലത്. പൊടിച്ചോ. അപ്പൊ ഇത് ഇതേപോലെ സെറ്റ് ചെയ്യലാണ് ഇതിന്റെ ഒരു പരിപാടി. ചിക്കൻ ആദ്യം എടുക്കണം. അതിൻ്റെ നമുക്കൊരു ബ്ലൂ കൊടുത്തു. ഇതേപോലെ അപ്പൊ അവിടുത്തെ വീട്ടിലെ മേളില് ഫ്ലോറില് കംപ്ലീറ്റ് ആയിട്ടാണ് ഇതുപോലെ ലോക്ക് ചെയ്ത് സെറ്റ് ചെയ്യാൻ വിചാരിച്ചതാണ്. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ടോയ്സ് എല്ലാം നമുക്ക് ഫുള്ള് സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. കബഡി മാറ്റ് പോലെ കബഡി മാറ്റ് പോലെ ഉണ്ട്. ഈ സൈഡിൽ നിന്നും പറിച്ചെടുക്കണ്ടേ? ഗ്രീൻ സൈഡിൽ നിന്നും എടുക്കണമല്ലോ. ഇതുപോലെ എടുത്തോലെ എല്ലാം നമുക്ക് തിരിച്ചു തന്നെ വെക്കാം. വേണമെങ്കിൽ ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്തെടുക്കാം. ഈസിയാണ്. ഇതിപ്പോ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഇനിയും ഇതിനകത്ത് മാറ്റ് ഉണ്ട്. നമുക്കത് നമ്മുടെ വീട്ടിലെ റൂമിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ ഫുള്ള് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, തൽക്കാലം നമുക്ക് ഇത്ര സെറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിനകത്തേക്ക് ബോക്സ് വെക്കും. എന്നിട്ട് നമുക്ക് അൺബോക്സ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ മാറ്റിലേക്ക് വെച്ചിട്ട് ഇത് അങ്ങോട്ട് അൺബോക്സ് ചെയ്യാം.
അശോക് അൺബോക്സിംഗ് ബ്രോ അൺബോക്സിംഗ് ബ്രോ അൺബോക്സിംഗ് ബ്രോ അൺബോക്സ് അശോക്. ഇത് 3-in-1 ആണ്. ഇത് 3-in-1 ആണ്. കാരണം 3-in-1 എങ്ങനെയാണെന്നുള്ള ബോക്സിലെ കാണിച്ചു വെച്ചു പടം. ആദ്യം ഒന്ന് പുറത്തേക്ക് നോക്കണ്ടല്ലേ. ഇതാണല്ലേ ഇത് ഒന്നാണ്. വാക്കറായിട്ട് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ പിള്ളേർക്ക് ഒരു ഇതുണ്ട്, ഇതിൽ കളിക്കാം. അതേപോലെ തന്നെ കുഞ്ഞ് സൈക്കിളും അതിൻ്റെ അത് ബാക്കിൽ ഒരു ട്രോളി പോലെയുള്ള സംഭവം സെറ്റ് ചെയ്തിട്ടൊക്കെ പിള്ളേർക്ക് കളിക്കാൻ പറ്റും. കൊള്ളാം, അടിപൊളി സംഭവമാണ്. അതിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ഇതിനകത്ത് ഇതിന്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇതാ ബാക്കിലെ ട്രോളിയാണ്. ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് സൈക്കിൾ പോലെ ആക്കണം. എന്നിട്ട് പിന്നെ ലാസ്റ്റ് നമുക്ക് വാക്കറാക്കി സെറ്റ് ആക്കാം. ഇപ്പൊ വാക്കറല്ല ആവശ്യം. ഇത് ഭയങ്കരമായ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്കിപ്പോ നോക്കിയിട്ട് ഒന്ന് സെറ്റ് ആക്കണം. ഗൈസ്, അപ്പൊ നമ്മൾ ഇതിന്റെ അകത്ത് ഒരു സെക്ഷൻ നമ്മൾ സെറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി. ഞാനും ഷാലും മഷൂക്കും സുനും എല്ലാം കൂടെ ഉള്ള ഒരു കഠിന പ്രയത്നത്തിൽ ഇതെല്ലാം സെറ്റ് ചെയ്തെടുത്തു. ഇനി ഇത് നമുക്ക് വാക്കറാക്കാനും പറ്റും, പിന്നെ ഇത് മാത്രമായിട്ട് പിള്ളേർക്ക് കളിക്കാൻ കൊടുക്കാനും പറ്റും. തൽക്കാലം ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കട്ടെ. ഓക്കെ, അടിപൊളി. താങ്ക് യു സോ മച്ച്. സോ പ്രിറ്റി. അപ്പൊ നമ്മൾ അത്യാവശ്യം എല്ലാ ഐറ്റംസും നമ്മൾ സെറ്റ് ചെയ്ത് കാണിച്ചല്ലേ. അത് ഇനിയൊരു പ്രാവശ്യം ഇനിയൊരു ബ്ലോഗിൽ കാണിക്കാം. ഇരിക്കാൻ തോന്നില്ല. അത് നമ്മൾ അവിടെ വീട്ടിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ട് അവിടെ ഇതേപോലെ മാറ്റ് ഫുള്ള് സെറ്റ് ചെയ്തിട്ട് അവിടെ സെറ്റ് ചെയ്ത് കാണിക്കാം. മാറ്റ് കൊള്ളാം അല്ലേ? മാറ്റ് കൊള്ളാം. ഇനി അടിപൊളിയായിട്ടുണ്ട്. ഇനിയും സെറ്റ് ചെയ്യാൻ മാറ്റ്. നമ്മ പിള്ളേരിന്റെ അതൊക്കെ വീണാലും ഒരു പ്രശ്നമില്ല. അടിപൊളിയാണ്. ഓക്കെ, അപ്പൊ ഇത്ര സെറ്റ് വന്നപ്പോഴത്തേക്കും നമ്മുടെ ഉറക്കി. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ കൊടുക്കാം അല്ലേ? അതിന്റെ കൊടുക്കാം. ഇതൊന്ന് ഫോണാണ്. ഇത് എമർജൻസി കോളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അറ്റൻഡ് ചെയ്യാനും വിളിക്കാനും പറ്റിയ ഒരു ഫോണാണ്. അതേപോലെ തന്നെ ഇതിങ്ങനെ കളിക്കാൻ പറ്റും. ഇതിങ്ങനെയൊക്കെ കളിക്കാൻ പറ്റും. ഇതിങ്ങനെയും കളിക്കാൻ പറ്റും. ഇതിങ്ങനെയും കളിക്കാൻ പറ്റും. ഇത് ആക്ച്വലി നമ്മുടെ മാറ്റ് വൈറ്റ് സെയിം കളറാണ്, സെയിം കോമ്പിനേഷൻ. നശിപ്പിച്ചോള്. വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം, പാമ്പേഴ്സ്, സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും. വെറുതെ പറഞ്ഞിട്ട് മഷൂന് ഇത് അതിന് വേണ്ടി എടുത്തോണ്ട് ബേബിക്കറിയാ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോ എങ്ങനെയാ പോടാത്തത്, വീടുമായിട്ട് പോകും എപ്പോഴും. സോ ഗൈസ്, എബ്രുവിന്റെ അൺബോക്സ് ഒക്കെ ചെയ്ത് എബ്രു അൺബോക്സ് കഴിയുമ്പോൾ എബ്രു ആണ് ടയർഡ് ആയത്. ആക്ച്വലി നമ്മളല്ല, എബ്രു കിടന്നുറങ്ങി. പിന്നെ അവനെ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ. അപ്പൊ എന്തായാലും ഇനിയും അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഐറ്റംസ് ഗൈസ്. അപ്പൊ നമ്മൾ എന്തായാലും ഇനി അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമ്മൾ എന്തായാലും ചാനലിൽ വരും. സോ യു ഗൈസ് സ്റ്റേ ട്യൂൺ, ഡു സപ്പോർട്ട് us as usual. അപ്പോ until then stay tuned. Bye bye.